വേനൽ ചൂടിൽ കുളിർമയായി പെരുമ്പാവൂരിലെ വൃക്ഷമുത്തച്ഛന്മാർ. കേരളം വെന്തുരുകുമ്പോൾ പെരുമ്പാവൂർ നഗരമധ്യത്തിൽ പൊതുജനങ്ങൾക്ക് ആശ്വാസമായി മാറുകയാണ് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തെ തണൽ മരക്കൂട്ടങ്ങൾ. ആധുനികതയുടെ കടന്നുകയറ്റത്തിൽ നഗരത്തിലെ പച്ചപ്പുകൾ ഇല്ലാതാകുമ്പോഴും രാജഭരണകാലത്തെ പ്രതാപം വിളിച്ചോതുന്ന ഈ കൂറ്റൻ വൃക്ഷങ്ങൾ പട്ടണത്തിൻ്റെ ശ്വാസനാളമായി നിലകൊള്ളുന്നു. തിരുവിതാംകൂർ രാജഭരണകാലത്ത് സ്ഥാപിതമായ പെരുമ്പാവൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട്. സ്കൂളിനോളം തന്നെ പഴക്കമുള്ള ആൽമരങ്ങളും ഇതര തണൽ മരങ്ങളുമാണ് മൈതാനത്തിന് കാവൽ നിൽക്കുന്നത്. മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയ തായ്വേരുകളും തൂങ്ങി നിൽക്കുന്ന വള്ളിപ്പടർപ്പുകളും വേനൽക്കാലത്ത് ഈ മൈതാനത്തെ ഒരു പച്ച തുരുത്താക്കി മാറ്റുന്നു. 1975-80 കാലഘട്ടത്തിൽ പഠിച്ചതാണ്. ധാരാളം വൃക്ഷലതാദികളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. ആല് കൊണ്ട് സമ്പുഷ്ടമായിരുന്നു ബോയ്സ് സ്കൂള്. അവിടെ ഏറ്റവും വടവൃക്ഷം പോലത്തെ വലിയ ഒരു ആല് അവിടെ പുഷ്ടിമയോടെ നിന്നിരുന്നു. അതിൻ്റെ ചുവടെയാണ് ഞങ്ങളെല്ലാവരും അസംബ്ലി ചേർന്നിരുന്നത്. നമ്മുടെ ജയറാമൊക്കെ ആ കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. പട്ടണത്തിലെ വായുവിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമായി ഈ പ്രദേശം മാറിക്കഴിഞ്ഞു. പക്ഷികൾക്കും അണ്ണാനുകൾക്കും മറ്റും സുരക്ഷിതമായ സങ്കേതം കൂടിയാണിവിടം. പ്രകൃതി സ്നേഹികളുടെ ഒരു ഇടപെടലും ഇതിനകത്ത് ആവശ്യമാണ്. ബോയ്സ് സ്കൂളിൽ ധാരാളം സ്ഥല സൗകര്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ പുതിയ ആധുനിക കെട്ടിടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാനുള്ള സൗകര്യവും അവിടെ ഉണ്ട്. കാലത്തിന്റെ പ്രഹരമേൽക്കാതെ നിൽക്കുന്ന ഈ തണൽ മരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഉദാത്തമായ മാതൃകയാണെന്ന് പ്രകൃതി സ്നേഹികളും ചൂണ്ടിക്കാട്ടുന്നു. തിരക്കുകളിൽ നിന്ന് അല്പനേരം മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വിദ്യാലയമുറ്റം വലിയൊരു അനുഗ്രഹമാണ്. ജനം, കൊച്ചി.